ഭാര്യമാർ പണി മുടക്കിയാൽ ഭർത്താക്കന്മാർ എങ്ങനെ അടുക്കള കൈകാര്യം ചെയ്യും? അതിന് നല്ലൊരു തെളിവാണ്. ഓരോ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്തുവാ കാശ്മീരി മുളക് പൊടി, എരിവ് കുറഞ്ഞിരിക്കുന്നതിന് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് വെച്ചത്. നളപാചകം. കൂടുതൽ നേരം എണ്ണ കിടന്നാൽ കരിഞ്ഞു പോകും. കാത്തിരിക്കാന്നൊക്കെ പറയുന്നു. ഇന്നത്തെ കറി മീൻ കറി. ഇത് ഞാൻ യൂട്യൂബിൽ ഇടാനാണ്. ചിലപ്പോൾ ഇത് വൈറലായാലോ. ആരുടെയോ വീഡിയോ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെന്നെ ഒന്നും പറയല്ലേ. ഹായ് കൂട്ടുകാരെ, മീൻകറിക്ക് മുളകിടുന്നു. മഞ്ഞപ്പൊടി ഇട്ടെന്ന് തോന്നുന്നു. എത്രയാണോ എന്നെ ധരിച്ചവിടൊക്കെ പോകുമെന്ന് ശരിയായിട്ടറിയാം. എന്തൊക്കെയോ പൊടി വാരി ഇട്ടു. ഇങ്ങോട്ട് നോക്കിക്കേ, മുഖമൊന്നും എല്ലാവരും കാണട്ടെ. നളൻ്റെ ഇങ്ങനെയൊക്കെ കുടഞ്ഞൊക്കെ ഇടും. മുളക് വെള്ളം ഒഴിച്ചു. അയ്യോ, മുളക് വെള്ളമല്ല, പുളിവെള്ളം ഒഴിച്ചു. കലക്കി ഒഴിച്ചു. മല്ലിപ്പൊടി ഇടണ്ടായിരുന്നോ? അരച്ചട്ടി വെള്ളം അങ്ങ് ഒഴിക്കുന്നേ. അരച്ചട്ടി വെള്ളം ഒഴി. മീൻ വേണ്ടായോ? നിങ്ങളിതെന്തോ കാണിക്കുമോ? ചീത്തയാക്കാൻ വേണ്ടി വന്നേക്കുവാ. ഇതൊന്ന് തിരിച്ചു പിടിച്ച ഇങ്ങോട്ട്. എന്നെ ഒന്ന് പിടിച്ച. കറിവേപ്പില ഇടാൻ മറന്നുപോയി. സുഹൃത്തുക്കളെ ക്ഷമിക്കുക, കറിവേപ്പില ഇടാൻ മറന്നു. ഇനി ഇതൊന്ന് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച. പായസം അന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ മനസ്സിലായി കറിയുടെ ടേസ്റ്റ്. ഇത് തിരിച്ചു പിടിച്ച് എന്നെ ഒന്ന് കാണട്ടെ. നാളെ പാചകം എന്താണ്, എന്താ ചെയ്യുന്നേ? ആയിക്കോട്ടെ, ഞാൻ കൂട്ടത്തില്ലല്ലോ. എനിക്ക് തേങ്ങ തിരുമ്മി തരൂ. മീനിട്. അപ്പൊ തീ കൂട്ടിയിടേ.
മുന്നൂറടുത്താണ് വണ്ടി വെച്ചേക്കുന്നത്. പിന്നെ വേറെ ആരെങ്കിലും പാചകം ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവർ ചെയ്യരുത്. ഇവിടെ ഇപ്പൊ പാചകക്കാരുടെ മേളവാ. ഭാര്യ പണി മുടങ്ങിയാൽ പിന്നെ എന്തോ ചെയ്യും? അപ്പൊ എല്ലാരും കണ്ടല്ലോ. ഇനി ഇതിട് മീനിട്. ഞാനപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ മീൻ കൂട്ടത്തില്ല കുറച്ച് ദിവസം. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കോവയ്ക്കായും വെണ്ടയ്ക്കായും കൂടെ മെഴുക്കുവരട്ടി വെക്കാൻ അരിഞ്ഞു വെച്ചു കണ്ടോ. പിന്നെ പച്ചമാങ്ങ തൈരൊഴിച്ചൊരു കറി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. വെച്ചതിന് ശേഷം കണ്ടല്ലോ കൂട്ടുകാരെ. പിന്നെ ഇവിടെ മീൻ വറക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പെരട്ടെ. നല്ലമുളക് പച്ച മുളക് ഇലക്കകത്ത് വെച്ച് പൊള്ളിക്കാൻ. ആണുങ്ങളുടെ ഏഴ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി. അയ്യോ, മീൻ ഇട്ടത് ഞാൻ കണ്ടില്ല. ആരും കാണാതെ മീൻ വാരിയിട്ടു. അതിപ്പോൾ ഇളക്കി ഉടയ്ക്ക്. വെന്ത് കഴിഞ്ഞിട്ട് ഉടയ്ക്കോ? അല്ല, ഇളക്കല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇളക്കാം. സാറത് മതിയോ? എനിക്കറിയത്തില്ല. ഇന്നല്ല തന്നെയല്ലേ അത് ചെയ്യുന്നത്. മീൻകറി തന്നെ ചെയ്താൽ മതി. അപ്പം ഞാൻ അടുപ്പിൽ ഒരു ഇച്ചിരി പച്ചമാങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് ഞാൻ വെച്ചു. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തു. അതിന് ശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും കുറച്ച് അല്പം മഞ്ഞപ്പൊടി. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഞാൻ ആ മെഴുക്ക് പുരട്ടി വെക്കാൻ പോകുന്നതിനകത്ത് കുറച്ച് കാന്താരി നമുക്കിടാവേ. ഞാൻ പോയി ഇച്ചിരി കാന്താരി പറിച്ചുകൊണ്ട് കേട്ടോ. എൻ്റെ ഇവിടുത്തെ കാന്താരിയിൽ കുറച്ച് കാന്താരി നിൽപ്പുണ്ട്. കണ്ടോ നിങ്ങൾ എൻ്റെ കൃഷി കണ്ടോ? അതിലൊരു വഴുതനങ്ങയൊക്കെ ഉണ്ടായി. പിന്നെ ഈ പൂക്കൾ കണ്ടോ? പൂക്കളൊക്കെ കേട്ടോ നല്ല രസമല്ലേ? കാണാൻ പൂ കാണാൻ നല്ല ഭംഗിയില്ലേ?
പിന്നെ ഇത് പൊന്നാരി വേര്, കുറച്ച് കാന്താരി പറിക്കാവേ. മെഴുക്കുവരട്ടിക്കകത്തിടാണ്. സത്യത്തിൽ കണ്ണാടി വെച്ചിട്ട് പോലും എനിക്ക് കണ്ണ് കാണുന്നില്ല. കാന്താരിയൊക്കെ എവിടൊക്കെ നിൽക്കുന്നു. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ഇവിടെ ഞാൻ 2-3 കണ്ടല്ലോ. കണ്ടോ? ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, നല്ലയോ സ്വർണ്ണരഘോഷം. നല്ല രസമുണ്ട് ചെടിയാണ്, അടിപൊളി. പൂക്കളേ കൊള്ളാമല്ലേ, അടിപൊളി പൂവ്. ഈ ചെടിയോ അടിപൊളി. നമ്മൾ കാന്താരി കൊണ്ടുവന്ന് എൻ്റെ മെഴുക്ക് വരട്ടിക്കകത്തിട്ട്, എൻ്റെ മെഴുക്ക് വരട്ടി ഇത്രയും സാധനം കണ്ടല്ലോ. അപ്പം നമ്മുടെ കൂട്ടം തിളയ്ക്കുന്ന കൂട്ടം നോക്കാം. നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഹലോ, വാടാ, ഇവിടെ വാ, ഇവിടെ വാ, ബാ, കമോൺ. അപ്പോൾ നമുക്കിത് ഇളക്കി നോക്കാം. മാങ്ങ ഇത് ഒത്തിരി വേവുണ്ട്, പക്ഷേ ഞാനിതൊരു കറി പോലെ എടുക്കുന്നത്. ചോറ് ഞാൻ വെച്ചു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം തേങ്ങായും ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ച് കൊണ്ടുവന്ന് ചേർക്കാം. ഓക്കെ.